ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാൽക്കപ്പയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ പാൽക്കപ്പ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കപ്പ് എടുത്തിട്ടുണ്ട്. കപ്പ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വലിയ സൈസും അത്ര ചെറിയ സൈസും ആക്കണ്ട, ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമ്മൾ കപ്പ വേവിക്കുന്ന പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കുക്കറിൽ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് റെഡി ആയി എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയാണ് കപ്പ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി പാൽക്കപ്പ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഞാനിപ്പോൾ കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം അങ്ങോട്ട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ പീസുകളൊക്കെ വേണം. ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചെറുള്ളി ചതച്ചെടുത്തതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് കടുക് കാച്ചുമ്പോൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറിയൊരു പീസ് ചതച്ചെടുത്തതാണ് കേട്ടോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ അതിലേക്ക് ഒരു 4 പച്ചമുളക്, അതും ഇതുപോലെ തന്നെ ചതച്ചെടുത്തതാണ്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പച്ചമുളകിന് പകരം ചൂരിമുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നാളേരപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ സെപ്പറേറ്റ് ഒന്നും എടുത്തിട്ടില്ല, പാൽ പിഴിഞ്ഞെടുത്തതാണ്, അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കപ്പ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഗ്യാസുമ്മ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പാൽക്കപ്പ് ഒന്ന് കട്ടിയായി കിട്ടിക്കോളും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ കപ്പ വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്ത ഉപ്പാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഉപ്പ് ഈ ടൈമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ടൈറ്റായി പോകരുത്. ഇച്ചിരി ലൂസിൽ വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ. കാരണം അത് ഇരുന്നിട്ടൊന്ന് ടൈറ്റ് ആവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് ഉള്ളിയും താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ പാനിൽ ഇപ്പോൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ചെറുള്ളി ചതച്ചെടുത്തത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 3 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ പാൽക്കപ്പയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള പാൽക്കപ്പയാണ് കേട്ടോ. ഇതുപോലെ കപ്പ വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല വറ്റിച്ച മീൻകറി അല്ലെങ്കിൽ നമുക്ക് ബീഫും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ട് ഈ പാൽക്കപ്പ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്